കഴിയുന്ന ആളുകളുമായി അദ്ദേഹം സംവദിക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. അദ്ദേഹം അല്പസമയം മുമ്പ് ക്യാമ്പിലെത്തി, ദുരിതാശ്വാസ ക്യാമ്പിൽ, സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലെത്തി. അവിടെ ഈ ദുരന്തത്തെ അതിജീവിച്ചവർ, ഉറ്റവരെ നഷ്ടമായ ആളുകളുമൊക്കെയുമായും സംസാരിക്കുന്ന, അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുമായൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങേയറ്റം പ്രതീക്ഷയറ്റുപോയ വയനാടിന് പ്രധാനമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തി കാര്യങ്ങൾ തിരക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ളവർക്ക് അതൊരു വലിയ ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇനി ഉള്ള മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സഹായം അത് വയനാടിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുകൂടി വിളിച്ചു പറയുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇനി അവരുടെ പ്രതീക്ഷ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം, ഒരു വലിയ ചോദ്യം അവർക്ക് മുന്നിൽ ബാക്കിയുണ്ട്. വലിയ ആഴത്തിൽ മനസ്സിനേറ്റ മുറിവുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ കഴിയുന്ന അവരുടെ അടുത്തേക്കാണ് പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് എത്തിയത്. കുട്ടികളെ കാണണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ആ ചൂരൽമലയിലൊക്കെ സന്ദർശനം നടത്തിയപ്പോൾ വെള്ളാർമല സ്കൂൾ ആകെ തകർന്നു കിടക്കുന്ന ആ കെട്ടിടം കണ്ട് അദ്ദേഹം ഇവിടുത്തെ കുട്ടികളെ കുറിച്ച് ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഒപ്പം അദ്ദേഹം കുറച്ച് സമയം ചെലവഴിച്ചു. ഇനി അദ്ദേഹം ചെല്ലുന്നത് ആശുപത്രിയിലേക്കാണ്. അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഏറ്റ മുറിവുകൾ അത് വലിയ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കും എന്നുള്ളതും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്, അവരെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന കാര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രധാനമന്ത്രി എത്ര സമയം ഈ ആശുപത്രിയിൽ ചെലവഴിക്കുമെന്നത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങളുണ്ടോ? അശ്വതി, ഞാനിപ്പോൾ സിവിൽ സ്റ്റേഷൻ കൽപ്പറ്റ സിവിൽ സ്റ്റേഷന്റെ അടുത്താണ് നിൽക്കുന്നത്. കളക്ടറേറ്റിലേക്ക് അല്പസമയത്തിനകം അദ്ദേഹം എത്തും. ഈ ക്യാമ്പിന് ശേഷം ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുന്നു, അവരോട് ആശയവിനിമയം നടത്തുകയും അവർക്കൊരു ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതിന് ശേഷമാണ് കളക്ടറേറ്റിലേക്ക് അദ്ദേഹം വരിക. ഇന്ന് നടന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൌരവതരമായ അവലോകന യോഗം നടക്കുന്നത് ഈ സിവിൽ സ്റ്റേഷനുള്ളിലാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാരായ രാജനും മുഹമ്മദ് റിയാസും ശശീന്ദ്രനും കേളുവും അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അവർ വളരെ വിശദമായ റിപ്പോർട്ട് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആദ്യ ദിനം മുതൽ ശേഖരിച്ച വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറും. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്താണ് ഇനി മുന്നോട്ട് പോകാനുള്ള നടപടികൾ, എങ്ങനെ ഈ മുറിവുണക്കാൻ കഴിയും, എങ്ങനെ ആളുകളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു പദ്ധതി തന്നെ, അല്ലെങ്കിൽ ഒരു പാക്കേജ് തന്നെ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പാക്കേജിന് കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ദുരന്ത ഭൂമിയിൽ നേരിട്ട് സന്ദർശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അതിനൊപ്പമാണ് ഈ സാങ്കേതികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രസന്റേഷൻ അദ്ദേഹത്തിന് വേണ്ടി നടത്തുക. ഏതാണ്ട് 1200 കോടിയിലധികം രൂപ വേണം ഇവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് എന്ന കാര്യം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ അറിയിക്കും. ഒപ്പം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളോടൊക്കെ, പ്രത്യേകിച്ചും MLA MP അടക്കമുള്ള അങ്ങനെയുള്ള ആളുകളോടൊക്കെ അദ്ദേഹം കാര്യങ്ങൾ ആരായുമെന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഈ സിവിൽ സ്റ്റേഷനുള്ളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കർശനമായ സുരക്ഷാ ബന്ദോബസ്തിലാണ് ഈ സിവിൽ സ്റ്റേഷനുള്ളത്. ജീവനക്കാരെ പോലും പ്രത്യേക പാസ് നൽകിയ ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി പോലീസും SPG ഒക്കെ അടക്കമുള്ളവ അകത്തും ഈ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ആശുപത്രി സന്ദർശനം പൂർത്തിയാക്കി ഇവിടേക്ക് വരും. ഈ അവലോകന യോഗത്തിന് ശേഷം എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഇന്ന് തന്നെ അദ്ദേഹം നടത്തുമോ എന്ന ഒരു ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. ഏറെ കരുണാർദ്രമായ ഒരു നിലപാട്, ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നാണ് സംസ്ഥാന മന്ത്രിമാർ എല്ലാവരും പറഞ്ഞത്. ഈ അപകടമുണ്ടായ ശേഷം ഈ തെരച്ചിലുകളും മറ്റുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ദിനമാണ് ഇന്നത്തെ ദിനം എന്നാണ് നേരത്തെ മന്ത്രിമാരെല്ലാം വിശേഷിപ്പിച്ചത്. കാരണം മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആ മുറിവുകൾക്ക് ഒരു പരിഹാരമില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് പരിഹാരം നൽകാൻ കഴിയില്ല. പക്ഷേ ജീവൻ നഷ്ടമായവർക്ക്, അവരുടെ അവശേഷിക്കുന്ന കുടുംബങ്ങൾക്കുള്ള പിന്നീടുള്ള ജീവിതം, അവരുടെ പുനരധിവാസം, വീട് നിർമ്മാണം, അവരുടെ ഒരു ടൗൺഷിപ്പ് പുനഃസ്ഥാപിക്കുക, അവരുടെ മാനസികമായ ഒരു കരുത്ത് നേടി ജീവിതത്തിലേക്ക് മടങ്ങി വരിക, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ആ
ജീവനോപാധികൾ നൽകുക തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളാണ് ഈ കുടുംബങ്ങളെ കാത്തിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഭൗതികമായ പരിഹാരമെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ആ ഭൗതികമായ പരിഹാരത്തിനുള്ള ഒരു നീക്കത്തിലാണ് ആ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ. എന്തായാലും ഇവർ ഒന്നിച്ച് ഈ മുറിവേറ്റവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. അതിനുള്ള ഏറ്റവും കൃത്യമായ ഒരു യോഗമാണ്. ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്തുമോ അതോ ഡൽഹിയിൽ പോയി കൂടിയാലോചനകൾക്ക് ശേഷമാണോ ഒരു പ്രഖ്യാപനം നടത്തുക എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അശ്വതി.